Then leaves of croton appears dark red. Do these leaves have chlorophyll? Next question. Next question. Next question. Leaves of croton appears dark red. Do these leaves have chlorophyll? നമ്മുടെ ചീരച്ചെടി കളർ ചെടിയൊക്കെ ഒരു ചെടിയുടെ പേരുണ്ട് തിരുഹൃദയ ചെടി എന്നൊക്കെ പറയല്ലേ. ഒരു ഇലയുണ്ട്, അതിന്റെ നടുക്ക് പിന്നെ ചുമന്ന കളറും സൈഡിൽ കൂടെ മാത്രം പച്ച കളറുമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലേ. നിഹിറ രാജേഷ്, നിഹിറ രാജേഷ് ലിസൺ. എന്തെടുക്കും അവിടെ? എഴുതുന്നുണ്ടോ? നോട്ട് ബുക്ക് എടുത്ത് എഴുതിക്കേ. Asal, leaves of croton appears dark red. Do these leaves have chlorophyll? Answer is yes. Answer is yes. എന്താണ് ആരാണ്? ഞാൻ ജസ്റ്റ് answer is yes. Answer is yes. അത് നിങ്ങൾ എഴുതണ്ട. From where do plants get carbon dioxide? From where do plants get carbon dioxide? Carbon dioxide എവിടുന്നാ കിട്ടുന്നേ? എന്താ ജൂലിയറ്റ് റോസ്? ആദ്യം മുതലൊന്ന് പറയുമോ മോളെ? നമ്മള് നാലാമത്തെ തൊട്ടാ തുടങ്ങിയത് കേട്ടോ. നാലാമത്തെ തൊട്ടാ തുടങ്ങിയത്. നെയിം ദ പാർട്ട് ഓഫ് എ കാറ്റസ് പ്ലാന്റ് ദാറ്റ് പ്രിപ്പയർ ഫുഡ് ഫോർ ദ പ്ലാന്റ്. ചെടിക്ക് വേണ്ടി നമ്മുടെ കാറ്റസ് പ്ലാന്റിന്റെ ഏതു ഭാഗമാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ. അത് സ്റ്റെം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ലീവ്സ് ഓഫ് ക്രോട്ടൺ അപ്പിയേഴ്സ് ഡാർക്ക് റെഡ്. ഡു ദിസ് leaf have chlorophyll? Chlorophyll undo enna. Answer is yes. Then next one, from where do plants get carbon dioxide? From where plants get carbon dioxide? എവിടെ നിന്നാ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നേ? ഹസന ഷെറിൻ, ഹസന നോട്ട് നോക്കി ആൻസർ വായിച്ചേ. ഹസന ഷെറിൻ, Hasina Sharin, open notebook and read. Hasina, from where do plants get carbon dioxide? Say the answer. Plants get carbon dioxide from and animal. Okay. Plants get carbon dioxide from plant. നവമി രാജേഷ്, ആൻസർ കിട്ടിയോ? നിങ്ങൾ നോട്ട് എഴുതിയിട്ടില്ലേ? ആ നോട്ടിനെടുത്ത് നോക്കിയിട്ട് ഒരു 3 പ്രാവശ്യം എഴുതിക്കാതെ. റൈറ്റ് ഇറ്റ് 3 times. നോട്ടിൽ എഴുതി തന്നിട്ടില്ലേ? വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ടീച്ചറോട് ചോദിക്കാൻ പറഞ്ഞു തരും. പ്ലാന്റ്സ് ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് സിദ്ധാന്ത കൃഷ്ണ എഴുതുന്നുണ്ടോ മോനെ? ബുക്ക് എടുക്കുന്നേ ഉള്ളൂ ഇത്ര നേരമായിട്ട്. വേഗം ബുക്ക് എടുത്തേ. സാമുവൽ, where is a notebook? Yes, write down. Yes. നിങ്ങൾക്ക് ടീച്ചർ അയച്ചുതന്ന നോട്ട് എടുത്ത് വായിച്ചിട്ട് ആൻസർ 3 times എഴുതിക്കേ.
From where do plants get carbon dioxide? Toshin Titus, where are you? Sit on your video. Jomal and Jewel. Alan Matthew. Okay, read that answer. Alan, unmute yourself. Okay. Jomal and Jewel, are you ready? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? Good. Sinan, എഴുതി കഴിഞ്ഞോ? No. Speed up to you. Juliet Ross. Okay. Then next question. Answer these questions. കുറച്ച് വലിയ questions ആണ്. എന്താണ്? Write functions of tomato. ടൊമാറ്റോയുടെ functions എഴുതണം. What are the? ഇനി നോട്ട് എടുത്തേ. നോട്ടിൽ എന്താ എഴുതി തന്നിട്ടുള്ളത്? ടൊമാറ്റോ എന്തൊക്കെ ചെയ്യുന്നു? ടോഷിൻ, ടൊമാറ്റോ എന്തൊക്കെയാ ചെയ്യുന്നേ? ടോഷിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? ടോഷിൻ ടൈറ്റസ്, can you hear me? Yes. പറഞ്ഞേ. Okay. Stomata take in carbon dioxide. Say loudly. Stomata takes in carbon dioxide. Then give out oxygen and water vapor. Say loudly. Stomata take in carbon dioxide. Say loudly. Carbon dioxide. Oxide and give out oxygen and water vapor. Good. Oxygen and water vapor. Once again, what is the function of stomata? Stomata take in carbon dioxide and give out oxygen and water vapor. എഴുതിക്കേ രണ്ട് മൂന്ന് പ്രാവശ്യം. സിനാഥ് കൃഷ്ണ, മോൻ അങ്ങനെ കട്ടിലേ കിടന്നുകൊണ്ട് എഴുതാൻ പറ്റുമോ? മോൻ മര്യാദയ്ക്ക് ഇരുന്ന് ഒരു ടേബിളിലോട്ട് വെച്ചിരുന്നേ. അങ്ങനെ കട്ടിലേ കിടന്ന് എങ്ങനെ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത്? എണീറ്റിരുന്നേ. Can you hear me, സിനാഥ്? എഴുന്നേറ്റ് ഒരു ടേബിളിൽ എങ്ങനെ വെച്ചേ. നേരെ ഇരുന്നേ. കൃഷ്ണ, മോൻ നേരെ ഇരുന്ന് കട്ടിലിരുന്നാണോ എഴുതി പഠിക്കുന്നേ? ഈ കട്ടിലിൽ നിന്ന് എഴുതിട്ടേ. ടേബിളിൽ പോയി ടേബിളിൽ ഇരുന്നേ. മൊബൈലല്ലേ കയ്യിലുള്ളത്?
ഗുഡ്. മുഹമ്മദ്. ഓക്കെ. നവമി രാജേഷ് എഴുതി കഴിഞ്ഞോ? വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് ടൊമാറ്റോ ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗീവ് ഔട്ട് ഓക്സിജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഓക്കെ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തമ്പ് കാണിക്കാൻ. ഇല്ല. ജൂലൈറ്റ് റോസ് ഇല്ല. മിടുക്കി. ഓക്കെ. ടീച്ചർ പറയുന്ന ഉടനെ പ്രതികരിക്കണം. സെൽന എലിസബത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോ. ഓക്കെ, ഗുഡ്. അപ്പോൾ ടൊമാറ്റോ ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗീവ് ഔട്ട് ഓക്സിജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഗുഡ്. Then next question is, how do plants use their food? Next question is, how do plants use their food? ചെടികൾ അവരുടെ ഭക്ഷണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നോട്ടിൽ നോക്കിക്കേ. നോട്ട് എടുത്ത് എഴുത്. ടീച്ചർ ഒന്ന് വായിക്ക്. നോട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് അടച്ചു വെക്കാനുള്ളതല്ല. ഓക്കെ. നോട്ട് എടുത്ത് വായിക്കേ. അത് നിങ്ങൾക്ക് നോട്ട് വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ 2 പീരീഡ് എടുത്തത്. ഓക്കെ. നോട്ട് തന്നത് അവരെ അടിച്ചു വെച്ചിരിക്കാനല്ല, അതെടുത്ത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടോ മനസ്സിലാകാൻ കഴിയില്ലോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പോൾ ഈ 2 പീരീഡ് ഉപയോഗിച്ചത്. പുതിയ പാഠമൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ plants use their food to get energy and for growth. അല്ലേ ആൻസർ? നിഹര രാജേഷ് അല്ലേ? വാട്ട് ഇസ് ദ ആൻസർ? അൺമ്യൂട്ട് ചെയ്തേ, എന്നിട്ട് ആൻസർ പറഞ്ഞേ. നിഹ്റ, can you hear me? നിഹ്റ രാജേഷ് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. How do plants use their food? മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. മോള് റെഡി ആയില്ലായിരുന്നോ? സമയം പോകുന്നു, വേഗം വായിക്കേ. നോട്ട് കണ്ടില്ല ഞാൻ. നോട്ട് കണ്ടില്ലേ? ഇല്ല. നോട്ടിൽ മോളെ എഴുതിയിട്ടില്ലേ? ഇല്ല മിസ്സേ. ടീച്ചർ മോൾക്ക് PDF അയച്ചു തന്നല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ ടീച്ചർ കുറെ പേരുടെ നോട്ട് നോക്കി, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം കുറെ കുട്ടികളുള്ളതുകൊണ്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് നോട്ട് എഴുതാത്തവരൊക്കെ പിടിക്കാനും വേണ്ടിയിട്ട് ഈ പീരീഡ് ഇങ്ങനെ ചെലവഴിച്ചത് കേട്ടോ. എന്തുകൊണ്ടാ അയക്കാഞ്ഞേ? മറ്റുള്ള കുട്ടികളുടെ സമയം കൊണ്ട് പോകുന്നില്ലേ? ഇന്ന് തന്നെ എനിക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് അയക്കണം. ഞാൻ ഓൾറെഡി PDF അയച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ. then plants use their food to get energy and for growth. That is the answer. എഴുതിയോ മക്കളെ? നിദാൻ. ഓക്കെ, ഗുഡ്. then next, how do plants without chlorophyll survive? How do plants without chlorophyll survive? അതായത് സ്വന്തമായി ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്ത പാവം നമ്മുടെ ചെടികൾ
സാമുവൽ ലിസൺ ഹിയർ. ചെടികളെ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നതെന്ന്, എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത്, എങ്ങനെയാ ചെടികൾക്ക് ഭക്ഷണം കിട്ടുന്നേ, എങ്ങനെയാ ചെടികൾക്ക് ഭക്ഷണം കിട്ടുന്നേ? Get their food from dead and decaying animals, isn't it? അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? നോട്ട് ബുക്കിൽ എടുത്ത് വായിച്ചു നോക്കിക്കേ. എറിക് ആൻഡോ നോട്ട് ബുക്കിൽ എടുത്ത് വായിച്ചു നോക്കിക്കേ, എന്നിട്ട് ആൻസർ എഴുതിക്കേ. കണ്ടോ? സിദ്ധാന്ത കൃഷ്ണയൊക്കെ ഇപ്പൊ നല്ല മിടുക്കനായി. നവമി, രാജേഷ്, ആവണി, മഹേഷ് ഒക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്. ജോയൽ ജോസഫ് എഴുതുന്നുണ്ടോ? എഡ്വിൻ, സെൽനായി എഴുതുന്നുണ്ട്. അടുത്തത് ഷഹ്മ എഴുതുന്നുണ്ടോ? ഷോ മി യുവർ തം. ഗുഡ്. ജോമൽ ആൻഡ് ജുവൽ. ഫസ്റ്റ് ടീച്ചർ എഴുതുന്ന നോട്ട് വായിക്കാം. നിങ്ങൾക്ക് വായിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാകാഴിയുണ്ടോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ടീച്ചറോട് പറയാം. നിങ്ങൾക്ക് ഇത് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠമെല്ലാം നന്നായി മനസ്സിലാക്കി എന്ന് ഓർത്തിട്ട് ഞാൻ ഇനി അടുത്ത പാഠത്തിലേക്ക് പോകും. കണ്ടല്ലോ? ഈ പാഠത്തിന്റെ പരീക്ഷ ഇടും നെക്സ്റ്റ് വീക്കിൽ. അത് പിന്നെ നമ്മുടെ അടുത്ത പാഠത്തിലേക്കും പോകും. പിന്നെ അയ്യോ ടീച്ചറെ പാഠം മനസ്സിലായില്ല എന്നും പറയല്ലേ, നോട്ട് വായിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തന്ന നോട്ട് നിങ്ങളെ വായിക്കാൻ സഹായിക്കുന്നത്, പഠിക്കാൻ സഹായിക്കുന്നത്. Samuel, where are you? I can't see you, my baby. Samuel. Good. Then next question, how would you show that a green leaf has a starch in it? എങ്ങനെയാണ് ഒരു എന്താണ് റിലു എന്താണ് എന്ത് പറ്റിയേ റിലു? what happened? Good. ഓക്കെ, എങ്ങനെയാണ് ഒരു ഗ്രീൻ ലീഫിൽ സ്റ്റാർച്ച് ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നത്? അതിന്റെ പരീക്ഷ എഴുത്തന്നില്ല ടീച്ചറെ? അതൊന്ന് വായിച്ച എല്ലാവരും. ഹൗ വുഡ് യു ഷോ ദാറ്റ് എ ഗ്രീൻ ലീഫ് ഹാസ് സ്റ്റാർച്ച് ഇൻ ഇറ്റ്? അതിന്റെ നോട്ട് വായിച്ച എല്ലാവരും. വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ടീച്ചറോട് ചോദിക്കാം. യെസ് ജൂലിയ റോസ് കണ്ടു. നിഹ്റ രാജേഷ് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയക്കണം. നിഹ്റ ഓക്കെ, സോറി. ജോയൽ ജോസഫ് ആൻസർ എഴുതിയോ? ഹൗ വുഡ് യു ഷോ that a green leaf has starch in it? നോട്ടിൽ വായിച്ചേ എല്ലാവരും. എറിക്കാമല്ലോ അവനെ ബുക്കിൽ നോട്ടിലെടുത്ത് വായിച്ചേ. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, വിഷമുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നോ എനിക്ക്? ഇല്ലെങ്കിൽ റൈറ്റ് ഇറ്റ് 3 times. Yes, Muhammad Hussain. Yes, Nida, എഴുതി കഴിഞ്ഞോ? Nida. Yes. ഓക്കെ, ഹസ്ന ഷെറിൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. നിഹിര രാജേഷിനാണ് സംഭവം ഒന്നും തിരിയാത്തത്, കാരണം മോള് നോട്ടൊന്നും എഴുതിയിട്ടില്ല.
അതിന്റെയാണ് പ്രശ്നം. ബാക്കിയുള്ള കുട്ടികൾ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ. ജോയൽ ആൻഡ് ജുവൽ മക്കളെ, ജോമൽ ആൻഡ് ജുവൽ ടീച്ചർ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, ഒന്ന് സ്ട്രൈറ്റ് ഇരുന്നേ കുറച്ചും കൂടെ. എഡ്വിൻ തോമസ് എഴുതി കഴിഞ്ഞോ മോനെ? എഡ്വിൻ തോമസ് എഴുതി കഴിഞ്ഞോ? ടോഷിൻ ടൈറ്റസ് എഴുതി കഴിഞ്ഞോ? ഗുഡ്. എറിക് ആൻഡോ? യെസ്, ഗുഡ്. Then next question. How is energy from the sun passed on to animals? How is energy from the sun passed on to animals? സൂര്യനിൽ നിന്നുമുള്ള പ്രകാശം എങ്ങനെയാണ് മൃഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? ഓക്കെ, നോട്ട് ബുക്ക് എടുത്തിട്ട് അതിന്റെ ആൻസർ വായിച്ചേ. ജോയൽ ജോസഫ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകുന്നുണ്ടല്ലോ. സാമുവൽ അപ്രത്യക്ഷമായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സമയം കഴിയാൻ പോകുന്നു. ഓക്കെ, നമ്മുടെ സമയം കഴിയാൻ പോകുന്നു. യെസ്, ഞാൻ നിങ്ങളുടെ ഹാജർ ഒന്ന് എടുക്കാൻ പോകുന്നു. ഹാജർ വിളിക്കുന്ന ഒരു കൈ ഉയർത്തി കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നിഹ്റ രാജേഷ്. നിഹ്റ രാജേഷ്. Then Fatima Shahma. Okay, Edwin Thomas. Edwin Thomas. Selna Elizabeth. Alan Matthew Dilip. Alan Matthew. Good. Hasna. Hasna. Okay. Amy Ross. Amy Ross. Where is Amy Ross? Absent. Joel Joseph. Okay. Siddhant Krishna. Nida Fatima. Nida Fatima. Roshan Titus. Juliet Ross. Juliet Ross. Rilu. Rilu. Safa. Safa ke. Safa ke. Jewel Ross. Jewel Ross.
Avani Mahesh. Avani Mahesh, where is Avani Mahesh? Then Jomal Joy. Jomal Joy. Only raise your hand. Jovin Jacob Joy. Jovin Jacob. Fatimat Sana. Fatimat Sana. Angel Rose Benjamin. Traveling Arena. Okay, നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചറിന്റെ ക്ലാസ്സും കഴിഞ്ഞു, നിങ്ങളുടെ റിവിഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി പഠിച്ചിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ആർ യു റെഡി? ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഭാഗം മനസ്സിലാവാതുണ്ടോ? വായിക്കാൻ കിട്ടാതുണ്ടോ? എല്ലാം നല്ല മക്കൾക്ക് നല്ലോണം മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? അജ്സലിന് എന്താ ബുദ്ധിമുട്ട്? പോയോ അജ്സൽ? വീഡിയോ ഓൺ ചെയ്തു മോനെ. അജ്സലിനെ പിന്നെ വീഡിയോ ഗുഡ്. മോൻ എന്തെങ്കിലും സംശയമുണ്ടോ? നോ, ഓക്കെ. ഓക്കെ, എല്ലാവരും എന്നെ വിളിച്ചില്ല. ഓക്കെ ഓക്കെ, നവമി. ഓക്കെ, നിങ്ങൾ ഞാൻ എല്ലാവരും വിളിച്ചില്ലേ? ഷെറിൻ, നവമി, രാജേഷ്, ഓക്കെ, എറിക്, ആൻഡോസ്, ഷിനോജ് അല്ലേ? ഉണ്ടല്ലോ. മുഹമ്മദ് കെയ്സ്, ഫാത്തിമത്ത്, ഷഹ്മ, ഓക്കെ ഗുഡ്. ദെൻ ആൻജോ ജോസഫ്. ഒച്ച വെക്കണ്ട, ഞാൻ അൺമ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒച്ച വെക്കണ്ട കേട്ടോ, അതുകൊണ്ടാണ് മ്യൂട്ടിലിട്ടേക്കുന്നത്. എന്തോ? പേര് ജൂലിയറ്റ് റോസ് എന്നല്ല. പിന്നെന്താ മോളെ? ജൂലിയറ്റ് ജോസ്. ജൂലിയറ്റ് ജോസ്. ജൂലിയറ്റ് ജോസ് അല്ലേ? ഓക്കെ ഗുഡ്. JULIET അല്ലേ? ഓക്കെ. ദെൻ അലൻ ബി സാംസൺ. ഹലോ ഹലോ. നമ്മളുടെ സമയം കഴിയാൻ പോകുന്നു. ദെൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? അതുവരെ എല്ലാവരും നോട്ട് സെൻഡ് ചെയ്യാത്ത ഹസ്ന ഷെറിൻ, അടുത്ത ക്ലാസ്സിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ടീച്ചർക്ക് അയച്ചുതരിക. നന്നായി തയ്യാറായിട്ട് ക്ലാസ്സിൽ കയറുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.